الحمد لله الواحد القهار العزيز الجبار غافر الذنب وقابل التوب شديد العقاب لا إله إلا هو العزيز الحكيم. الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أيها الناس أوصيكم أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറ്റവും ആദരണീയരായ വിശ്വാസികളെ, വിശ്വാസിനികളെ, സർവശക്തനായ കാരുണ്യവാനായ റബ്ബിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്. 4000 വർഷങ്ങൾക്ക് മുമ്പ് ഇറാഖിലെ ഊർ പട്ടണത്തിൽ ജനിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെയും കുടുംബത്തെയും ഓർത്തുകൊണ്ട് വിശ്വാസികൾ ഈദുൽ അദ്ഹ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ നിങ്ങൾക്ക് ഏവർക്കും ബലിപെരുന്നാൾ ആശംസകൾ നേരുകയാണ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. 2 പെരുന്നാളുകളാണ് വിശ്വാസികൾക്ക് അള്ളാഹു നിശ്ചയിച്ചു തന്നിട്ടുള്ളത്. ആ 2 പെരുന്നാളുകൾക്കും 2 സന്ദേശമാണ് നമുക്ക് നൽകാനുള്ളത്. ഒന്ന്, ഭൗതിക ജീവിതത്തിൽ പരാജിതരായി പോവാതെ വിജയികളായി നിലനിൽക്കാൻ വേണ്ടി റബ്ബ് സുബ്ഹാനഹു വ തആല വഅതസിമു ബിഹബിലില്ലാ, അല്ലാഹുവിന്റെ പാശത്തെ നിങ്ങൾ മുറുകെ പിടിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അവതരിപ്പിച്ചു തന്ന വിശുദ്ധ ഖുർആൻ, ആ ഖുർആൻ അനുസരിച്ച് ജീവിക്കാനുള്ള പ്രായോഗികമായ ത്യാഗനിർഭരമായ ഒരു മാസക്കാലത്തെ പരിശ്രമത്തിന് ശേഷം സന്തോഷത്തോടുകൂടി അള്ളാഹുവിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്, അള്ളാഹുവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട്, വലി തുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും, സന്മാർഗം കാണിച്ചു തന്ന ഹിദായത്ത് റബ്ബിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ആഘോഷിക്കുന്ന പെരുന്നാൾ. അപ്പൊ ചെറിയ പെരുന്നാളിന്, ഈദുൽ ഫിത്തറിന് നമുക്ക് നൽകാനുള്ള സന്ദേശം അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച്, ഖുർആൻ അനുസരിച്ച് ജീവിക്കണമേ എന്നതാണ്. എങ്കിൽ ബലിപെരുന്നാളിന് നൽകാനുള്ള സന്ദേശം ആ ആദർശം അനുസരിച്ച് ജീവിക്കുമ്പോ ഭൗതിക ലോകത്ത് മുൻകഴിഞ്ഞു പോയ ആദം നബി അലൈഹിസ്സലാം മുതൽ ഇന്നേ വരെ കഴിഞ്ഞു പോയ മുഴുവൻ മനുഷ്യർക്കും പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്, പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. ആ പരീക്ഷണങ്ങളെയും പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ നിങ്ങൾ വിശ്വാസത്തിന്റെ കരുത്തുകൊണ്ട് അതിന് നേരിടാൻ വേണമേ. അഗ്നി പരീക്ഷണം നേരിടുന്ന സമയത്ത് ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ അഗ്നി പരീക്ഷണത്തെ പൂമെത്തയായി സ്വീകരിച്ചതുപോലെ എല്ലാ പരീക്ഷണങ്ങളെയും നിങ്ങളുടെ വിശ്വാസത്തിന്റെ കരുത്തുകൊണ്ട് നിങ്ങൾ നേരിടണമേ. എന്നിട്ട് വിജയശ്രീലാളിതരായിക്കൊണ്ട് റബ്ബിന്റെ അടുക്കലേക്ക് തിരിച്ചു വരണമേ എന്ന സന്ദേശമാണ് ഈദുൽ അദ്ഹക്ക് നമുക്ക് നൽകാനുള്ളത്. നമുക്കറിയാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമും കുടുംബവും സമ്പൂർണമായ ജീവിതം അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ച പ്രവാചകന്മാരാണ്. ആ പ്രവാചകൻ എല്ലാ പരീക്ഷണങ്ങളെയും വളരെ സന്തോഷത്തോടു കൂടി നേരിട്ട് റബ്ബിലേക്ക് തിരിച്ചു പോയ പ്രവാചകനാണ്. ലോകത്ത് ഇന്നേ വരെ ദിവസവും വിശ്വാസികൾ ഓർക്കുകയും വർഷത്തിലൊരിക്കൽ
അദ്ദേഹത്തിന്റെയും കുടുംബത്തിന്റെയും ചരിത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ആ പ്രവാചകൻ എത്രത്തോളം മാതൃകായോഗ്യനായിരിക്കുമെന്ന് നമുക്കൊക്കെ ആലോചിക്കാവുന്നതാണ്. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ വദ്കുർ ഫിൽ കിതാബി ഇബ്രാഹിമ ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യ. വദ്കുർ ഫിൽ കിതാബി ഇബ്രാഹിം, വേദഗ്രന്ഥത്തിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കുറിച്ച് പ്രഖ്യാപിക്കുക, ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യ, അദ്ദേഹം സത്യസന്ധനായ അള്ളാഹുവിന്റെ ദൂതനായിരുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞു, ഇദ് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലില്ലാഹി റബ്ബിൽ ആലമീൻ. റബ്ബ് അദ്ദേഹത്തോട് പറഞ്ഞു, അസ്ലിം, എനിക്ക് കീഴൊതുങ്ങി ജീവിക്കണമെന്ന്. ഖാല, ഒരു വൈമനസ്യവും കൂടാതെ, എന്റെ ആഗ്രഹങ്ങളും എന്റെ താല്പര്യങ്ങളും അതിനെതിരാണ് എന്നൊന്നും ചിന്തിക്കാതെ, ഖാല അസ്ലംതു ലി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുവിന് ഞാൻ എന്റെ ജീവിതം സമർപ്പിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചു ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അതുപോലെ തന്നെ ഉള്ള ഒരു കുടുംബത്തെയാണ് നമ്മൾ കാണുന്നത്. എല്ലാ പരീക്ഷണങ്ങളുടെ മുമ്പിലും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട്, സ്വന്തം പിതാവിനോടും കുടുംബത്തോടും ഭരണാധികാരിയോടും നാട്ടുകാരോടുമൊക്കെ ഈ പ്രപഞ്ചത്തിന്റെ നാഥനേകനാണ്, അവന് കീഴൊതുങ്ങിക്കൊണ്ട് അവന് ഇബാദത്തെടുത്തുകൊണ്ടാണ് ജീവിക്കേണ്ടത് എന്ന് പ്രഖ്യാപിക്കാൻ, പ്രബോധനം ചെയ്യാൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ചപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതിന്റെ വരും വരായികകളെ കുറിച്ച് ആലോചിക്കാതെ അള്ളാഹു എന്താണോ ഏൽപ്പിച്ച ദൗത്യം ആ ദൗത്യം നിർവഹിച്ചു. ഇബ്രാഹിം അല്ലദീ വഫാ, തന്നിൽ ഏൽപ്പിക്കപ്പെട്ട ദൗത്യം പൂർത്തീകരിച്ച പ്രവാചകൻ എന്ന് അള്ളാഹു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് വിശുദ്ധ ഖുർആൻ. അങ്ങനെ ആ ദൗത്യം നിർവഹിച്ചപ്പോ നമുക്കൊക്കെ അറിയാവുന്നത് പോലെ അദ്ദേഹം തീക്കുണ്ടാരത്തിലേക്ക് എറിയപ്പെട്ടു. ആ തീക്കുണ്ടാരത്തിലേക്ക് എറിയപ്പെടുന്ന സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് എന്ത് സഹായമാണ് വേണ്ടത് എന്ന് ചോദിക്കുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുന്നു, എനിക്ക് രക്ഷകനായി സഹായിയായിട്ട് അല്ലാഹു മതി, ഹസ്ബി അല്ലാഹ് വ നിഅമൽ വകീൽ, കാര്യങ്ങൾ ഏൽപ്പിക്കാൻ എത്ര മതിയായവനാണ്, എനിക്ക് എന്റെ റബ്ബ് മതി എന്ന് പ്രഖ്യാപിച്ചു ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇതുപോലെ തന്നെ ലക്ഷണമൊത്ത ഒരു ഭാര്യയായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്. തന്നെയും അതുപോലെ തന്നെ പിഞ്ചു പൈതലിനെയും വിജനമായ ഒരു പ്രദേശത്ത് നിർത്തിക്കൊണ്ട് പോകണമെന്ന് അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട് എന്ന് പറഞ്ഞപ്പോ അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ടോ, ഇതല്ലായുളയ്യന, എങ്കിൽ ഒരിക്കലും അള്ളാഹു ഞങ്ങളെ കൈയൊഴിക്കുകയില്ല എന്ന് ആർജവത്തോടെ പ്രഖ്യാപിച്ച ഒരു ഇണ. അതുപോലെ തന്നെ മകൻ, പിഞ്ചു പൈതൽ, ആ പൈതലിനോട് അള്ളാഹു പിതാവിന്റെ കൈപിടിച്ച് നടക്കാൻ പ്രായമായ സമയത്ത് ആ പൈതലിനെ അറക്കാൻ വേണ്ടി കൽപ്പിച്ചിരിക്കുന്നു അള്ളാഹു എന്ന് പറഞ്ഞപ്പോ അവിടെ അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ടോ, എങ്കിൽ താങ്കൾക്ക് എന്നെ ശമാലുക്കളുടെ കൂട്ടത്തിൽ കാണാവുന്നതാകുന്നു എന്ന് പ്രഖ്യാപിച്ച മകൻ. ഇങ്ങനെ മാതൃകായോഗ്യമായ ഒരു കുടുംബം, അള്ളാഹുവിന് ജീവിതം പൂർണ്ണമായി സമർപ്പിച്ച ഒരു കുടുംബം. നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും എങ്ങനെയാണ് അത്രത്തോളം ജീവിതം അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കാനും അതുപോലെ തന്നെ ത്യാഗനിർഭരമായ ജീവിതം നയിക്കാനും എങ്ങനെ സാധിച്ചു ആ പ്രവാചകനും കുടുംബത്തിനും എന്ന് നമ്മൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? തീർച്ചയായും നമ്മളൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, നമ്മൾ ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത് തക്ബീർ ചൊല്ലിക്കൊണ്ടാണ്. ഈ തക്ബീർ ഞാനും നിങ്ങളും ചൊല്ലുന്നത് നമ്മുടെ തൊള്ള കൊണ്ടും വായ കൊണ്ട് മാത്രമാണ്. എന്നാൽ ലോകത്ത് കഴിഞ്ഞു പോയ പ്രവാചകന്മാരും മുൻഗാമികളും ഒക്കെ ആ തക്ബീർ പ്രഖ്യാപിച്ചത് അവരുടെ മനസ്സുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് നേരിടേണ്ടി വന്ന എല്ലാ പരീക്ഷണങ്ങളെയും പ്രതിസന്ധികളെയും അവർക്ക് നേരിടാൻ സാധിച്ചു. അള്ളാഹുവിന്റെ കൽപ്പനകളെ മുഴുവൻ ശിരസ വഹിക്കാനും അവർക്ക് സാധിച്ചു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹുവാണ് മഹാൻ, അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ, അല്ലാഹുവാണ് ഏറ്റവും ഉന്നതൻ, അവനല്ലാതെ ഒരു ആരാധ്യനേ ഇല്ല എന്ന് പ്രഖ്യാപിക്കുമ്പോ അതവരുടെ മനസ്സറിഞ്ഞുകൊണ്ട് മനസ്സാ വാച കർമ്മണ അംഗീകരിച്ചവരായിരുന്നു ആ പ്രവാചകന്മാരും മുൻഗാമികളും. നോക്കൂ നിങ്ങൾ, ഫിർഔനിന്റെ കൊട്ടാരത്തിലെ സകലവിധ സുഖ സൗകര്യങ്ങളും ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുന്ന രാജ്ഞിയായ സ്ത്രീ ആസ്യ ബീവി
റളിയല്ലാഹു അൻഹ മൂസാ നബി അലൈഹിസ്സലാമിൽ വിശ്വസിച്ചു എന്നതുകൊണ്ട് ഫിർഔനിന്റെ ക്രൂര പീഡനങ്ങൾക്കിരയായപ്പോ അവിടെ ആ വിശ്വാസം കൈയൊഴിക്കാതെ റബ്ബിബ്നി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. റബ്ബിബ്നി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്ന, റബ്ബേ സ്വർഗ്ഗത്തിൽ നിന്റെ അടുക്കൽ ഒരു പാർപ്പിടമാണ് എനിക്ക് ആവശ്യം, ഒരു കൊട്ടാരമാണ് എനിക്ക് ആവശ്യം. വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി, ഈ ഫിർഔനിന്റെയും അവന്റെ പ്രവർത്തനങ്ങളിൽ നിന്നും ഉപദ്രവങ്ങളിൽ നിന്നും നീ എന്നെ രക്ഷിക്കണമേ. വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ, അക്രമികളായ ജനതയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. എല്ലാ സുഖസൗകര്യങ്ങളും, ഭൗതികമായ എല്ലാ സുഖസൗകര്യങ്ങളും വലിച്ചെറിഞ്ഞുകൊണ്ടാണ് ആസിയ ബീവി റളിയല്ലാഹു അൻഹ ആ ത്യാഗനിർഭരമായ ജീവിതം നയിച്ചത്. അതുപോലെ തന്നെ മൂസാ നബി അലൈഹിസ്സലാമിന്റെ മുഅ്ജിസത്ത് കണ്ട് മൂസാ നബി അലൈഹിസ്സലാമിൽ വിശ്വസിച്ച വിശ്വാസികളായിട്ടുള്ള ആളുകൾ, ആ വിശ്വാസികളായിട്ടുള്ള ആളുകളോട് ഫിർഔൻ പറഞ്ഞു, ആ വിശ്വാസം കൈയൊഴിക്കാൻ നിങ്ങൾ തയ്യാറില്ല എങ്കിൽ ഫലൗഖത്തിഅന്ന ഐദിയകും വഅർജുലകും മിൻ ഖിലാഫിൻ വലതഅലമുന്ന അയ്യുനാ അശദ്ദു അദാബൻ വഅബ്ഖാ. ഫലൗഖത്തിഅന്ന ഐദിയകും, നിങ്ങളുടെ കൈകൾ ഞാൻ ഛേദിക്കും, വഅർജുലകും, നിങ്ങളുടെ കാലുകളും ഞാൻ ഛേദിക്കും, മിൻ ഖിലാഫിൻ, എതിരായിക്കൊണ്ട്. വലത് കൈ മുറിച്ചാൽ പിന്നെ ഇടത് കാൽ മുറിക്കും, എന്നിട്ടും പിന്തിരിയുന്നില്ലെങ്കിൽ ഇടത് കൈ മുറിക്കും, എന്നിട്ടും പിന്തിരിയുന്നില്ലെങ്കിൽ ആ വലത് കാൽ മുറിക്കും. ഇങ്ങനെ വിപരീതമായിക്കൊണ്ട് നിങ്ങളുടെ കൈകാലുകൾ ഞാൻ ഛേദിക്കുകയും വലഉസല്ലിബന്നകും ഫീ ജുദൂഇൻ നഖല, ഈത്തപ്പനത്തടിയിൽ ഞാൻ നിങ്ങളെ ക്രൂശിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞ സമയത്ത്, ഫിർഔൻ പറഞ്ഞ സമയത്ത് മൂസാ നബിയിൽ വിശ്വസിച്ച വിശ്വാസികൾ പറയുന്ന ഒരു വാക്കുണ്ട്, ഖാലൂ ലൻ നുഅ്സിറക അലാ മാ ജാഅനാ മിനൽ ബയ്യിനാതി വല്ലദീ ഫതറനാ ഫഖ്ലി മാ അൻത ഖാൽ ഇന്നമാ തഖ്ലി ഹാദിഹിൽ ഹയാത്തിദ് ദുനിയാ. ഖാലൂ, അവർ പറഞ്ഞു, ലൻ നുഅ്സിറക അലാ മാ ജാഅനാ മിനൽ ബയ്യിനാതി വല്ലദീ ഫതറനാ, ഞങ്ങളെ സൃഷ്ടിച്ചവനേക്കാളും ആ സൃഷ്ടിച്ചവൻ ഞങ്ങൾക്ക് തന്ന സന്മാർഗത്തെക്കാളും നിനക്ക് യാതൊരു വിലയും ഞങ്ങൾ കൽപ്പിക്കുന്നില്ല. ഫഖ്ലി മാ അൻത ഖാൽ, നീ എന്താണോ വിധിക്കാൻ തീരുമാനിച്ചത് അത് വിധിച്ചു കൊള്ളുക. ഇന്നമാ തഖ്ലി ഹാദിഹിൽ ഹയാത്തിദ് ദുനിയ, ഈ ഹയാത്തദ് ദുനിയ, ഇന്നമാ തഖ്ലി ഹാദിഹിൽ ഹയാത്തദ് ദുനിയ, തീർച്ചയായും നിനക്ക് വിധിക്കാൻ കഴിയുന്നത് നിനക്ക് അധികാരമുള്ള ഈ ലോകത്ത് മാത്രമാണ്, നൈമിഷികമായ ഈ ലോകത്ത് മാത്രമാണ്. നിനക്ക് എന്താണോ തോന്നുന്നത് അത് നീ വിധിച്ചു കൊള്ളുക, നീ എന്താണോ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് അത് നീ നടപ്പിലാക്കിക്കൊള്ളുക എന്ന് പ്രഖ്യാപിക്കാൻ എല്ലാ സുഖസൗകര്യങ്ങളും ആസ്വദിച്ച് ജീവിക്കുന്ന ഒരു ജനതക്ക് സാധിച്ചുവെങ്കിൽ എങ്ങനെ സാധിച്ചു അത്? ഇന്നമാ തഖ്ലി ഹാദിഹിൽ ഹയാത്തദ് ദുനിയ, ഈ ദുനിയാവിൽ മാത്രമേ നിനക്ക് അധികാരമുള്ളൂ. ശാശ്വതമായ അധികാരമുള്ള, ശാശ്വതമായി നിലനിൽക്കുന്ന ഒരു ലോകത്തേക്ക് ഞങ്ങൾ തിരിച്ചു പോകേണ്ടതുണ്ട്, അവിടെ റബ്ബിന്റെ നിയന്ത്രണത്തിലാണ് എന്ന വിശ്വാസമാണ്, അല്ലാഹു അക്ബർ എന്ന വിശ്വാസമാണ് അവർക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നത്. നോക്കൂ നിങ്ങൾ, നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടുന്ന ഒരു കാര്യമാണത്. അല്ലാഹു ആണ് അക്ബർ എന്ന് നമ്മുടെ മനസ്സിൽ ബോധ്യപ്പെടുന്നുവോ അന്ന് നമുക്ക് നമ്മുടെ ജീവിതം നിസ്സാരമായി തോന്നും. നമ്മുടെ ആത്മാവും നമ്മുടെ ശരീരവും നമ്മുടെ സമ്പത്തും നമ്മുടെ സന്താനങ്ങളും നമ്മുടെ ഇടയും ഒക്കെ അല്ലാഹു ആണ് അക്ബർ എന്ന് പറഞ്ഞാൽ ആ അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മുടെ ജീവിതം നമുക്ക് ചെറുതായി തോന്നും, നിസ്സാരമായി തോന്നും. അല്ലാഹുവിന്റെ അടുക്കലേക്ക് തിരിച്ചു പോകേണ്ടുന്നതാണ് എന്ന ബോധം. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിൽ വിശ്വസിച്ച ആളുകൾ ഫിർഔനിന്റെ മുഴുവൻ ഉപദ്രവങ്ങളും സഹിച്ചുകൊണ്ട് അവര് നാടുവിടാൻ വേണ്ടി തീരുമാനിച്ച സമയത്ത്, നാടുവിടുന്ന ചെങ്കടലിനടുക്കലെത്തി പിന്നിൽ ഫിർഔനിന്റെ സൈന്യം. ആ സമയത്ത് വിശ്വാസികൾ മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, ഇപ്പൊ പിടിക്കപ്പെടും എന്ന് പറഞ്ഞ സമയത്ത് ഇല്ല, ഒരിക്കലുമില്ല, എന്റെ റബ്ബ് എന്റെ കൂടെയുണ്ട്, അവന് എനിക്കൊരു മാർഗം കാണിച്ചു തരും എന്ന് പ്രഖ്യാപിക്കാൻ മൂസാ നബി അലൈഹിസ്സലാമിന് സാധിച്ചു. അതുപോലെ തന്നെ മക്കയിൽ നിന്ന് ഉപദ്രവം സഹിക്കാൻ സാധിക്കാതെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകുമ്പോ സൗർ ഗുഹയിൽ തങ്ങിയ സമയത്ത് ശത്രുക്കൾ നാലുപാടും അന്വേഷിക്കുമ്പോ സൗർ ഗുഹയുടെ മുമ്പിലും ശത്രുക്കൾ എത്തുമ്പോ അവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇപ്പൊ പിടിക്കപ്പെടും, അവരൊന്ന് കുനിഞ്ഞു നോക്കിയാൽ നാം പിടിക്കപ്പെടും എന്ന് പറയുന്ന സമയത്ത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വാക്ക് ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, ഭയപ്പെടേണ്ടതില്ല, അല്ലാഹു നമ്മോടൊപ്പമുണ്ട് എന്നാണ്. നോക്കൂ നിങ്ങൾ,
ഞങ്ങൾ നൂഹ് നബി അലൈഹിസ്സലാമിനെ ശത്രുക്കളുടെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് പ്രളയം ഉണ്ടാക്കിക്കൊണ്ട് അവരെ രക്ഷപ്പെടുത്തി. അതുപോലെ തന്നെ മൂസാ നബി അലൈഹിസ്സലാമിനെ ആ ചെങ്കടലിൽ കടത്തിക്കൊണ്ട് രക്ഷപ്പെടുത്തി. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീക്കുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശത്രുക്കളുടെ മധ്യത്തിൽ നിന്ന് അവരൊക്കെ മയക്കി കടത്തിക്കൊണ്ട് രക്ഷപ്പെടുത്തി. ആ പ്രവാചകന്മാരെ ഒക്കെ രക്ഷപ്പെടുത്തിയ അതേ റബ്ബ് തന്നെയാണ് എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചത്. ഇന്ന് ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന വിശ്വാസികളെയും സൃഷ്ടിച്ചത് അതേ റബ്ബ് തന്നെയാണ് എനിക്കും നിങ്ങൾക്കും രക്ഷ നൽകേണ്ടത്. പക്ഷേ എവിടെയോ ഒരു തകരാറുണ്ട്. അവര് പ്രഖ്യാപിച്ചത് അല്ലാഹു അക്ബർ എന്ന് മനസ്സറിഞ്ഞുകൊണ്ടാണെങ്കിൽ ഞാനും നിങ്ങളും അല്ലാഹു അക്ബർ പ്രഖ്യാപിച്ചത് അത്രത്തോളം മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ടായിട്ടില്ല. അത് കേവലം നാവ് കൊണ്ട് മാത്രമായി പോയിട്ടുണ്ട് എന്നതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ അള്ളാഹുവിന്റെ രക്ഷയും സഹായവും നമുക്ക് ലഭിക്കാത്തത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. കാരണം മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം, റബ്ബ് എനിക്ക് കീഴൊതുങ്ങണമെന്ന് പറഞ്ഞപ്പോ അസ്ലംതു ലി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുവിന് ഞാൻ കീഴൊതുങ്ങിയിരിക്കുന്നു എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പ്രഖ്യാപിക്കാൻ സാധിച്ചുവെങ്കിൽ ഞാനും നിങ്ങളും അത് പ്രഖ്യാപിച്ചിട്ടുണ്ടോ, എനിക്കും നിങ്ങൾക്കും അതിന് സാധിച്ചിട്ടുണ്ടോ എന്ന് ഞാനും നിങ്ങളും ആലോചിക്കേണ്ടതുണ്ട്. ബാപ്പയും ഉമ്മയും മുസ്ലിം ആയതുകൊണ്ട് ഞാനും മുസ്ലിം പേരിൽ അറിയപ്പെടുന്നു. മുസ്ലിം പേരിൽ അറിയപ്പെട്ടത് കൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ പ്രത്യേകിച്ച് ഒരു സ്ഥാനവും ലഭിക്കില്ല. റേഷൻ കാർഡിലോ ആധാറിലോ മറ്റ് രേഖകളിലോ അറബി നാമമായതുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ പ്രത്യേകിച്ച് ഒരു സ്ഥാനവും ലഭിക്കില്ല. നേരെ മറിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിളി കേൾക്കുകയാണ്. സുബഹി സമയത്ത് പള്ളി മിനാരങ്ങളിൽ നിന്ന് അസ്വലാത്തു ഖൈറും മിനൻ നൗം, ഉറക്കത്തെക്കാൾ ഉത്തമം റബ്ബിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യലാണ് എന്ന് കേൾക്കുമ്പോ ഒരല്പം സുഖം ഒഴിവാക്കിക്കൊണ്ട് ആ അസ്ലംതു ലി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുവിന് ഞാൻ കീഴൊതുങ്ങിയിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കാൻ നമുക്ക് എത്ര പേർക്ക് ഇന്ന് മുസ്ലിം സമുദായത്തിൽ സാധിക്കുന്നുണ്ട്? പിന്നെ എവിടെയാണ് നമ്മൾ പറയുന്ന അള്ളാഹു അക്ബർ ഉള്ളത്? അവര് അള്ളാഹു അക്ബർ പറഞ്ഞു, മനസ്സാ വാച കർമ്മണ പറഞ്ഞു, അതവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അവരുടെ കൽപ്പന, അള്ളാഹുവിന്റെ കൽപ്പനക്ക് മുമ്പിൽ സ്വന്തം മകൻ വലുതായില്ല, മകനെ ബലിയറക്കാൻ തയ്യാറായി. ജീവിതത്തിൽ അള്ളാഹുവിന്റെ കൽപ്പനക്ക് മുമ്പിൽ എല്ലാം ബലി കഴിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന പ്രഖ്യാപനമാണ് നമ്മൾ ബലിയറക്കുന്നതിലൂടെ നിർവഹിക്കുന്നത്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ പ്രഖ്യാപിക്കാൻ നമ്മൾ തയ്യാറുണ്ടോ? ഒരു ചെറിയ പ്രയാസം സഹിച്ചുകൊണ്ട്, ഒരല്പം ത്യാഗം സഹിച്ചുകൊണ്ട് സുബഹിക്ക് നേരത്തെ എഴുന്നേക്കാനും റബ്ബിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാനും നമുക്ക് സാധിക്കാറുണ്ടോ? അള്ളാഹു നിങ്ങൾക്ക് വഅ്തസിമൂ ബിഹബിലില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് നീട്ടിയിട്ട് തന്ന കയർ, ആ ഖുർആനുമായി എന്റെയും നിങ്ങളുടെയും ബന്ധം എത്രയാണ്? ആ ഖുർആൻ ഒരു തവണയെങ്കിലും മുഴുവനൊന്ന് അർത്ഥസഹിതം വായിച്ചു നോക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ? ആ ഖുർആനിന്റെ മുമ്പിൽ അതിന്റെ പ്രകാശം ഹൃദയത്തിലേക്ക് കിട്ടാൻ വേണ്ടി ഒരല്പസമയം, ഒരു 5 മിനിറ്റെങ്കിലും അള്ളാഹുവിന്റെ ഖുർആൻ ഒരു ദിവസം പാരായണം ചെയ്യാൻ നമുക്ക് സാധിക്കാറുണ്ടോ? നമ്മുടെ ഭാര്യയോടും മക്കളോടും മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കൽപ്പിച്ചതൊക്കെ അനുസരിച്ച ഭാര്യ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം കൽപ്പിച്ചതൊക്കെ അനുസരിച്ച മകൻ, ഇതുപോലെ നമ്മളുടെ ഭാര്യമാരോടും നമ്മുടെ മക്കളോടും കൽപ്പിക്കാൻ, നന്മ കൽപ്പിക്കാൻ നമുക്ക് സാധിക്കാറുണ്ടോ? മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും യാക്കൂബ് നബി അലൈഹിസ്സലാമും ലോകത്തോട് വിട പറയുന്ന സമയത്ത് മക്കളോട് ചോദിക്കുന്നുണ്ട്, മാ തഅബുദൂന മിൻ ബഅദി, എന്റെ കാലശേഷം നിങ്ങൾ എന്തിനെയാണ് ആരാധിക്കുക? ആ സമയത്ത് മക്കൾ പറയുന്ന മറുപടി, ഖാലൂ നഅബുദു ഇലാഹക വ ഇലാഹ ആബാഇക ഇബ്രാഹീമ വ ഇസ്മാഈല വ ഇസ്ഹാഖ ഇലാഹൻ വാഹിദ വ നഹ്നു ലഹു മുസ്ലിമൂൻ. താങ്കളുടെയും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെയും ഇസ്മായിലിന്റെയും ഇസ്ഹാഖിന്റെയും പിതാവായ ഏകനായ റബ്ബിന് കീഴൊതുങ്ങിക്കൊണ്ട് അവന് ഇബാദത്ത് കൊടുത്തുകൊണ്ട് ഞങ്ങൾ ജീവിക്കും എന്ന് ലോകത്തോട് വിട പറയുന്ന സമയത്ത് പ്രവാചകൻ മക്കളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ആർക്ക് കീഴൊതുങ്ങിയാണ്, ആരെ ആരാധിച്ചുകൊണ്ടാണ് ജീവിക്കുക? ഏകനായ ഇലാഹം വാഹിദ, ഏകനായ റബ്ബിന് കീഴൊതുങ്ങിക്കൊണ്ട് ജീവിക്കും. അങ്ങനെ നമ്മുടെ മക്കളോട് പറയാനും നമുക്ക് സാധിക്കുമോ? നമ്മുടെ മക്കൾ അങ്ങനെ മറുപടി പറയുമോ? ഏകനായ റബ്ബിന് കീഴൊതുങ്ങിക്കൊണ്ട് ഞങ്ങൾ ജീവിക്കുമെന്ന് നമ്മുടെ മക്കൾ നമ്മളോട് പറയുമോ? അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇബ്രാഹിം ബനീഹി വ യാഖൂബ്
ഇബ്രാഹിം നബി അലൈഹി സ്വലാമും യാക്കൂബ് നബി അലൈഹി സ്വലാമിനും മക്കളെ ഉപദേശിച്ചു, യാ ബനിയ, പൊന്നു മക്കളെ, മോനെ, ഇന്നല്ലാഹു അസ്തഫാ ലക്കുമുദ്ദീന, നിങ്ങളെ റബ്ബ് ഒരു ദീനിന്റെ അനുയായിയായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നു. റബ്ബിന്റെ ദീനനുസരിച്ച് ജീവിക്കാൻ റബ്ബ് അനുഗ്രഹിച്ചവരാണ് ഞാനും നിങ്ങളും. അതുപോലെ തന്നെ നിങ്ങളെയും അള്ളാഹു തെരഞ്ഞെടുത്തിരിക്കുന്നു. എന്നിട്ട് ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ അള്ളാഹുവിന് കീഴൊതുങ്ങിയ മുസ്ലിമായി കൊണ്ടല്ലാതെ ലോകത്തോട് വിട പറഞ്ഞു പോകരുതേ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം മക്കളോട് വസിയത്ത് ചെയ്യുക. അങ്ങനെ മക്കളോട് വസിയത്ത് ചെയ്യാൻ, മക്കളെ ഖുർആനിലേക്ക് അടുപ്പിക്കാൻ, സ്വന്തം ഖുർആൻ പഠിക്കുകയും അത് മക്കൾക്ക് പഠിപ്പിക്കുകയും ചെയ്യാൻ, അങ്ങനെ ജീവിതം അള്ളാഹുവിന് സമർപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലിക്കൊണ്ട് പെരുന്നാൾ ആഘോഷിക്കുന്ന ഞാനും നിങ്ങളും തയ്യാറാണോ? നമ്മൾ അള്ളാഹുവിന് ജീവിതം സമർപ്പിച്ചിട്ടുണ്ടോ? ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ സന്ദേശമാണ് ബലിപെരുന്നാളിന് നമുക്ക് നൽകാനുള്ളത്. അതുകൊണ്ട് അള്ളാഹുവിനെ നമ്മൾ എത്രത്തോളം പരിഗണിക്കുന്നുവോ അത്രത്തോളം അള്ളാഹു നമ്മെ പരിഗണിക്കും. അള്ളാഹുവിനെ നമ്മൾ അള്ളാഹുവിലേക്ക് നമ്മളെ ജീവിതം സമർപ്പിക്കുമ്പോൾ അള്ളാഹു പൂർണ്ണമായും നമുക്ക് അഭയം നൽകും. അത് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വാഗ്ദാനമാണ്. ഫദ്കുറൂനി അദ്കുറുക്കും വഷ്കുറൂലി വലാ തക്ഫുറൂൻ, നിങ്ങൾ എന്നെ ഓർക്കുക എങ്കിൽ ഞാൻ നിങ്ങളെയും ഓർക്കും. വഷ്കുറൂലി, നിങ്ങൾ എനിക്ക് നന്ദി കാണിക്കുക. വലാ തക്ഫുറൂൻ, നിങ്ങൾ നന്ദി കേടുള്ളവരാവരുത് എന്ന് അള്ളാഹു നമ്മോട് പറഞ്ഞു. അത് ലോകത്ത് കഴിഞ്ഞുപോയ അമ്പിയാക്കന്മാരൊക്കെയും ഒരുപാട് അക്രമങ്ങളും അനീതികളും നേരിട്ടവരാണ്, പ്രതിസന്ധികൾ നേരിട്ടവരാണ്. ആ പ്രതിസന്ധിയൊക്കെ നേരിട്ട് സന്തോഷത്തോടു കൂടി ജീവിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. ഈ സമൂഹത്തിൽ സമാധാനത്തോടു കൂടി ജീവിക്കാൻ ആവശ്യമായ എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാക്കാൻ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ചെയ്തവരാണ് ലോകത്ത് കഴിഞ്ഞു പോയ പ്രവാചകന്മാർ. അള്ളാഹുവിന് കീഴൊതുങ്ങി ജീവിക്കുന്നതോടൊപ്പം സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, സമൂഹത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി, സമൂഹത്തിന്റെ ശാന്തിക്കും സമാധാനത്തിനും വേണ്ടി പ്രവർത്തിക്കാനും അള്ളാഹു നമ്മോട് കൽപ്പിച്ചിരിക്കുന്നു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇർഹമു മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാ, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക എങ്കിൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കുമെന്ന്. അപ്പൊ അള്ളാഹുവിന് കീഴൊതുങ്ങി ജീവിക്കുന്നതോടൊപ്പം മനുഷ്യർക്ക് നന്മ ചെയ്യാനും നാട്ടിൽ ശാന്തിയും സമാധാനവും ഉണ്ടാക്കാനും എല്ലാ ജാതി മതസ്ഥരുമായും സഹകരണത്തോടു കൂടി സ്നേഹത്തോടു കൂടി ജീവിക്കാനും നമ്മൾ ശ്രദ്ധിക്കുക. വിശുദ്ധ ഖുർആനിലെ ആയത്ത് കൂടി കേൾപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇന്നാ ഖലഖ്നാകും മിൻ ദക്കരിൻ വ ഉൻസ, ഒരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാകുന്നു ഈ ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യരെയും സൃഷ്ടിച്ചത്. വജഅൽനാകും ശുഊബൻ വ ഖബായില ലിതആറഫു, നിങ്ങളെ വ്യത്യസ്ത വിഭാഗങ്ങളും ഗോത്രങ്ങളുമാക്കിയത് പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയാകുന്നു. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാകും, നിങ്ങളിൽ ഏറ്റവും കൂടുതൽ അള്ളാഹുവിന്റെ അടുക്കൽ ആദരിക്കപ്പെടുന്നവർ അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ സൂക്ഷിച്ച് ജീവിക്കുന്നവരാണ്. ആ ഒരു ബോധത്തോടു കൂടി എല്ലാവരെയും മനുഷ്യരായി കണ്ടുകൊണ്ട് എല്ലാവർക്കും കഴിയുന്ന നന്മ ചെയ്തുകൊണ്ട് അള്ളാഹുവിന് കീഴൊതുങ്ങി ജീവിക്കുന്ന ഒരവസ്ഥ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ എല്ലാ പ്രതിസന്ധികളിലും മുൻകഴിഞ്ഞു പോയ അമ്പിയാക്കന്മാരെയും ഔലിയാക്കന്മാരെയും മഹാന്മാരെയും അള്ളാഹു സഹായിച്ചതുപോലെ എന്നെയും നിങ്ങളെയും അള്ളാഹു സഹായിക്കുമെന്നത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. ആ നിലക്ക് അള്ളാഹു അക്ബർ ആണ് എന്ന ബോധത്തോടു കൂടി തന്നെ ജീവിക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാവണം. റബ്ബ് സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും അതിന് അനുഗ്രഹിക്കുമാറാവട്ടെ. അർഹമുർ റഹീമീനായ റബ്ബെ, നിന്റെ ദീനിന്റെ വിധിവിലക്കുകൾക്ക് കീഴൊതുങ്ങിക്കൊണ്ടുണ്ട് യഥാർത്ഥ മുസ്ലിമായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീഖ് നൽകണ റഹ്മാനെ. ശരിയായ അറിവും ദൃഢമായ വിശ്വാസവും ലഭിക്കാൻ ആവശ്യമായ അറിവ്, ജീവിതാനുഭവങ്ങൾ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ പ്രദാനം ചെയ്യുന്ന റഹ്മാനെ. കാരുണ്യവാനായ റബ്ബെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കലിമത്ത് തൗഹീദ് അംഗീകരിച്ച് ജീവിക്കുകയും ആ കലിമത്ത് തൗഹീദ് അംഗീകരിച്ചുകൊണ്ട് മരിക്കുകയും ചെയ്യുന്ന വിജയികളിൽ, വിശ്വാസികൾ ഞങ്ങൾ ഓരോരുത്തരെയും നീ ഉൾപ്പെടുത്തുന്ന റഹ്മാനെ. കാരുണ്യവാനായ റബ്ബെ, ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് വിട്ടുവീഴ്ച നൽകി ഞങ്ങൾക്ക് മാപ്പ് നൽകിക്കൊണ്ട് ഞങ്ങൾക്ക് പാപമോചനം നൽകണ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളുടെ ബർസഖി ജീവിതം നീ സ്വർഗീയമാക്കി കൊടുക്കണ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്നിട്ട് ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണ റബ്ബെ. നാദാ ഖബർ ശിക്ഷയിൽ നിന്ന്, നരക ശിക്ഷയിൽ നിന്ന്, മഹ്ശറിലെ പ്രയാസങ്ങളിൽ നിന്നൊക്കെ ഞങ്ങൾ ഓരോരുത്തരെയും നീ കാത്തുരക്ഷിക്കണ റഹ്മാനെ. കാരുണ്യവാനായ റബ്ബെ, ഭൗതിക ജീവിതത്തിൽ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അവരുടെ രോഗത്തിന് നീ ശമനം നൽകണ റഹ്മാനെ. സാമ്പത്തികവും ജോലിയില്ലായ്മ കൊണ്ടും പല പരീക്ഷണങ്ങളും നേരിടുന്ന ആളുകളുണ്ട്. ഞങ്ങളുടെ പരീക്ഷണങ്ങൾ നേരിടുന്ന എല്ലാവരുടെയും പരീക്ഷണങ്ങളെ നീ നീക്കിത്തരണ തമ്പുരാനെ. റഹ്മാനായ റബ്ബെ, അന്ത്യദിനത്തിന്
ഒരുപാട് ഫിത്നകൾ ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് നൽകിയിട്ടുണ്ട്. ആ ഫിത്നകളിൽ നിന്നൊക്കെ ഞങ്ങൾ ഓരോരുത്തരെയും നീ കാത്തു രക്ഷിക്കണം റബ്ബേ. ഈമാൻ തെറ്റിപ്പോകുന്ന ഒരവസ്ഥയിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിക്കണം റഹ്മാനെ. റഹ്മാനായ റബ്ബേ, ഞങ്ങൾ ജീവിക്കുന്ന ഈ പ്രദേശത്തിന്, ഈ നാടിന് നീ ബർക്കത്ത് നൽകണേ റഹ്മാനെ. ഞങ്ങൾക്കും ഞങ്ങളുടെ നാടിലും ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ സമ്പത്തിലും എല്ലാം നീ റഹ്മത്തും ബർക്കത്തും ചെയ്യണം റഹ്മാനെ. പടച്ചവരെ, ഈ നാട്ടിൽ ജീവിക്കുന്ന കൗമാരപ്രായക്കാരും യുവാക്കളുമായിട്ടുള്ള ആളുകൾ, അവരെ നീ നേർമാർഗത്തിൽ നയിക്കുകയും ഈ ദീനിനും നാടിനും കുടുംബത്തിനും ഉപകാരപ്പെടുന്ന സ്വാലിഹീങ്ങളാക്കി തീർക്കുകയും ചെയ്യുന്ന റഹ്മാനെ. നാഥാ, ഞങ്ങൾക്ക് ഇബാദത്തെടുക്കാൻ പാകത്തിൽ ഈ പള്ളിയും സ്ഥാപനങ്ങളും നിർമ്മിച്ചു തന്നിട്ടുള്ള ആളുകൾ, അതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾ, അവരുടെ എല്ലാ ഉദ്ദേശങ്ങളും നീ സാധിപ്പിച്ചു കൊടുക്കുകയും അവരെയും ഞങ്ങളെയും നിന്നിട്ട് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുന്ന റഹ്മാനെ. നാഥാ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നരകയാതന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, നീയല്ലാതെ ഒരു ഇലാഹില്ല എന്ന് പ്രഖ്യാപിച്ചതിന്റെ പേരിൽ നരകയാതന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഗസയിലെ ജനങ്ങൾ, അതുപോലെ തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾ, നാഥാ, അവർക്കൊക്കെ ശാന്തി നൽകണ റഹ്മാനെ. അവർക്ക് നീ വിജയം നൽകണ റബ്ബേ. നാഥാ, കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്ന് ഞങ്ങളെ ഓരോരുത്തരെയും നീ കാത്തു രക്ഷിക്കണ റബ്ബേ. ഞങ്ങളെയും ഞങ്ങളുടെ നാടിനെയും രക്ഷപ്പെടുത്തണ റബ്ബേ. ഞങ്ങളുടെ നാട്ടിൽ ശാന്തിയോടുകൂടി സമാധാനത്തോടുകൂടി ജീവിക്കാവുന്ന ഒരു അന്തരീക്ഷം നീ ഉണ്ടാക്കി തരണ റബ്ബേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد وعلى آله وصحبه وسلم.